നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണിന് ഇന്നത്തെ എൻ്റെ മൈൻഡിൽ വന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം എന്ന് നോക്കാം. ഓക്കെ, അവരുടെ മൈൻഡിൽ നിങ്ങളെ അവരെന്തായിട്ടാണ് കണക്കാക്കുന്നത്, എന്ത് വാല്യൂ ആണ് അവർ നിങ്ങൾക്ക് തരുന്നത്, എത്ര ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് നോക്കാം. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ great. എന്താ ഒരു ഫീൽ ചെയ്യുന്ന നോക്കാം. ഗ്രേറ്റ്, വെരി നൈസ്. ഓക്കെ, നമ്മൾ അവരുടെ മനസ്സിൽ ഡീപ്പ് ഫീലിങ്സ് ആണ് നമ്മൾ അറിയാൻ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ, നോ കോണ്ടാക്ട് ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് നോ കോണ്ടാക്ട് ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ചെറിയ ഉടക്കോ വഴക്കോ കാര്യങ്ങളോ. കാരണം ഇത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ റീഡിങ് തന്നെ നിങ്ങൾ കാണാൻ പറ്റില്ല അല്ലേ. സോ എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ. എനിക്ക് ചെറിയ ഉടക്കായിരിക്കാം, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം, എന്തെങ്കിലും വാക്ക് തർക്കങ്ങളാവാം, എന്തെങ്കിലും എന്താ പറയുക കുറ്റപ്പെടുത്തലോ, അങ്ങോട്ടും ഇങ്ങോട്ടോ കുറ്റപ്പെടുത്തലോ, ചെറിയ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു നിങ്ങൾ തമ്മിലൊരു നല്ല രീതിക്കല്ല ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ചിലവർക്ക് ഈവൻ ഒരു സെപ്പറേഷൻ വരെ പോസിബിൾ ആണ്, ചിലവർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇങ്ങനെ നമ്മൾ ഉടക്കി നിൽക്കുന്ന ഒരു തരത്തിൽ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെ എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുക, നിങ്ങളെ ചീത്ത പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട്, ഇതിപ്പോൾ മാൻ ആയതുകൊണ്ടാണ് ഞാൻ ചീത്ത പറയുക എന്ന് പറഞ്ഞത്, ലേഡീസ് ആയാലും നിങ്ങൾ എന്തെങ്കിലും വാക്ക് തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടോ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലൊരു റിന്യൂവലാണ്. അതായത് ഒരു ഏസ് ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ് ആണ് ഇത്. അതിൻ്റെ ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ബോട്ടമും ഉണ്ട്. സോ ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, പുതിയ ലൈഫ്, നിങ്ങൾ തമ്മിൽ പാഷനേറ്റ് ആയിട്ടൊരു പുതിയ ബിഗിനിങ്, സ്നേഹത്തോടെയുള്ള എക്സ്പ്രഷൻ, സ്നേഹത്തോടെ സംസാരിക്കുക, അത്രയും സ്നേഹമുള്ള സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക. സ്നേഹം ഒരുപാട് മനസ്സിലുണ്ട്, ഉള്ളിലുണ്ട്. ഓക്കെ, അവർ നിങ്ങളുമായിട്ടത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ്. അത്രയും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷേ അടക്കി വെക്കുകയാണ് ഇപ്പോൾ മനസ്സിലാതെല്ലാം. ഓക്കെ, അവർ തുറന്ന് പറയുന്നില്ല, അതൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല, പറയുന്നില്ല. അവരെ മനസ്സിൽ ഫീലിങ്സ് ഉള്ളത് അവർ ഉള്ളിൽ തന്നെ അടക്കി വെക്കുകയാണ്, നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, അതിന് ഒന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് പാഷനേറ്റ് ആയിട്ട് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മജീഷ്യൻ കാർഡും ഉണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് തിരിച്ചു വരണം, നിങ്ങൾ തമ്മിൽ തിരിച്ച് വീണ്ടും ഒരു റീയൂണിയൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, റീയൂണിയൻ വേണം എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഒന്നാവണം എന്ന രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. നിങ്ങൾ അവരുടെ നിങ്ങളായിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ പിന്നാലെ പോകണം എന്ന രീതിക്ക്. ഓക്കെ, അവരിങ്ങോട്ട് താണു വരാൻ ലേശം ഒരു മടി ഉണ്ടാവാം, അവരെ ഈഗോ വിട്ടിട്ടൊന്ന് താണു വരാൻ ലേശം മടി ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയാൽ അവർക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ ലേശം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താവും ഫ്യൂച്ചർ എന്നാലോചിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർക്കിതിനെ ഒരു സ്ട്രെസ് അവർക്കും വന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രെസ് അവർക്കും കാണുന്നുണ്ട്. 9 of Swords ആണ്. സോ നിങ്ങൾ തമ്മിൽ ഉണ്ടായ തർക്കം, അല്ലെങ്കിൽ അവരെ ഉറക്കം പോലും കളഞ്ഞിട്ട് അവർ രാത്രി പോലും ആക്ച്വലി ഇതൊക്കെ ഓർക്കുന്നുണ്ട്. ഓക്കെ, അവരെ മനസ്സിൽ നിങ്ങളോടുള്ള സ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ക്വീൻ ഓഫ് കപ്സിന്റെ സ്ഥാനമാണ്. എന്ന് വെച്ചാൽ ക്വീൻ മാത്രമല്ല, കിങ് ആയിട്ടും എടുക്കാം. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. അതായത് നിങ്ങൾ അത്രയും അവരെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നവർക്കറിയാം. പക്ഷേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് വന്നെന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ കിങ് ഒക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ക്വീൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ മേ ബി
നിങ്ങളിപ്പോൾ അവരെ അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അവരോട് ഇപ്പോൾ പഴയ പോലെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല, പഴയ പോലെ ആ സ്നേഹം കാണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ. ഓക്കെ, അവരെ മനസ്സിൽ ശരിക്കും ഫീലിങ്സ് നിങ്ങൾക്ക് ആക്ച്വലി 3 ഏസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിനപ്പുറം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് ആവശ്യമേ ഇല്ല. ഏസ് ഓഫ് വോൺസ്, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്, നിങ്ങളുടെ അടുത്ത് ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തരുന്ന സ്ഥാനം അവർക്ക് അത്രയും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥാനമാണ് അവർക്ക് അവർ തരുന്നത്. നിങ്ങളോട് ആ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, കമ്മിറ്റ്മെന്റ് എന്ന രീതിക്കാണ് നമ്മൾ പെന്റക്കിൾസിനെ പറയാം. കമ്മിറ്റ്മെന്റ് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ശരിക്കും സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്ത് റീസൺ കൊണ്ടും ആവാം. ജഗ്ലിങ് കാണുന്നുണ്ട്, കൺഫ്യൂഷൻ കാണുന്നുണ്ട്. അവരുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ സിറ്റുവേഷൻ എന്താവും എന്നുള്ളത്. മേ ബി അവരുടെ ലൈഫിൻ്റെ ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയോ കരിയറോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാണാം. തടസ്സങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ അധികം നോക്കുന്നില്ല. പക്ഷെ അവർ ലൈഫിൽ ശരിക്കും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വളരെയധികം തന്നെയാണ്. ബാക്കി എല്ലാ കാർഡും പൊയ്ക്കോട്ടെ. ആക്ച്വലി ഈ 3 കാർഡ് ഉണ്ടെങ്കിൽ 3 കാർഡ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ അത്രയും ആ ഒരു അവർ നിങ്ങൾക്ക് തരുന്ന സ്ഥാനമാണിത് കാണുന്നത്. എനിക്ക് 3 ഏസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ലൈക്ക് ഇനി ഒരു ഏസും കൂടെ ബാക്കിയുള്ളൂ ശരിക്കും ഡെക്കിൽ. പക്ഷെ ഇവിടെ ഒരു ചെറിയ എനിക്ക് ഡൗട്ട് തോന്നുന്നത് നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങളായിരിക്കാം അപ്പം അങ്ങോട്ട് അധികം അറ്റൻഷൻ കൊടുക്കാത്തത് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല അറ്റൻഷൻ എന്ന്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾ എന്തായിട്ടാണ് കാണുന്നതെന്ന് കൂടി ഞാൻ എടുക്കാം. എല്ലാ ഏസും വന്നു കഴിഞ്ഞു, ഞാൻ നോക്കേണ്ട കാര്യമില്ല. എന്നാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനാണ് അവർ ആലോചിക്കുന്നത്. ആക്ഷൻ എടുക്കാൻ, സ്ട്രെങ്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, മാരേജ് ചെയ്യാൻ, അല്ലെങ്കിൽ മാരേജ് കാർഡ്സ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് അത്രയും ഒരു റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറയാം. ഓക്കെ, കാരണം റെസ്പെക്റ്റ് തരുമ്പോഴാണ് നമ്മളോട് ന്യായമായത് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലേ? നമ്മളോട് ആ സ്നേഹവും ആ ഫീലിങ്സും ഉള്ളപ്പോൾ അവർ ഇതൊരു ഫേറ്റഡ് കണക്ഷൻ ആണ് എന്ന് അവരും കരുതുന്നുണ്ട്. അവർക്കും അതും അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ആ ഫീലിങ്സ് സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട് നിങ്ങളുമായിട്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് ഡൗട്ട് ഉണ്ട്. അവർക്ക് സിറ്റുവേഷൻ്റെ സംശയം പ്രശ്നങ്ങളാണ്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ, സാഹചര്യം എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്ക് അത്രയും. പക്ഷെ നിങ്ങളെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം, അതിനുള്ള ആക്ഷൻ എടുക്കണമെന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോഡ് ഏസ് ഓഫ് സോഡ് ഏസ് ആണ് ഞാൻ. ഓ മൈ ഗോഡ്, 4ാമത്തെ ഏസും വന്നു. ഒരു റീഡിങ്ങിൽ 4 ഏസ് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു സ്ഥാനം നമുക്കൊന്നും പറയാനില്ല. അവരൊരു എംപറർ ആയിട്ട് അതായത് നിങ്ങളെ ഒരു വൈഫ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ അവർ കാണുന്നുണ്ട്. ചില തടസ്സങ്ങൾ ഉണ്ടാവാം, ചില ബ്ലോക്കേജസ് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. വേറെ ചില കാര്യങ്ങളുണ്ട് അവരുടെ ലൈഫിൽ. പക്ഷേ അവർ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം ഈ 4 ഏസ് മതി നമുക്ക് പറയാൻ, വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാം കട്ട് ഓഫ് ചെയ്ത്, എല്ലാം ലൈക്ക് അവരുടെ ലൈഫിൽ നിന്ന് ബാക്കിയെല്ലാം കൺഫ്യൂഷനൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ഈ ഡിസിഷൻ എടുത്ത് നിങ്ങളെ ചൂസ് ചെയ്യണം എന്നാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, അത്രയും ആ സ്ഥാനം നിങ്ങൾക്ക് അങ്ങനെയാണ് അവർ തരുന്നത്. നിങ്ങളെ കാണുന്നത് ഒരു മറ്റു ഓപ്ഷൻസിൻ്റെ ഒക്കെ മേലെ എനിക്ക് അവർ നിങ്ങളെ കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു എംപ്രസ് ഉണ്ടായിരുന്നു, അല്ലേ? ജസ്റ്റിസ് ചെയ്യണം നിങ്ങളോട്, ന്യായം ചെയ്യണം നിങ്ങളോട് എന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ശരിക്കും, ആത്മാർത്ഥമായ ഫീലിങ്സ് ആണ് എന്ന് പറയാം. നിങ്ങൾക്ക് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. ചില സമയത്ത് അത് കാണിക്കുന്നുണ്ടാവില്ല, പറയുന്നുണ്ടാവില്ല, ബിക്കോസ് അവരുടെ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അത് അവർ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എവിടെയോ നിങ്ങൾ അത് കാരണം ഇനിയിപ്പം നിങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നുമുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. ഒറാക്കിൾ മെസ്സേജസ് നമ്മുടെ അടുത്തേക്കാം. നെവർ എൻഡിങ് സ്റ്റോറി, ഒബ്സർവർ, unfinished, never ending, unfinished. Very good. Here and now, breathe, a leg up, and to be fair, വീണ്ടും ജസ്റ്റിസ് ആൻഡ് പീസ് കാണുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു നല്ല പീസ്ഫുൾ ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്.
ഓക്കെ. ആൻഡ് ടു ബി ഫെയർ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റിസിന്റെ കാർഡാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ്, അതായത് നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്നവർക്കുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. നിങ്ങളെ എന്താ പറയുക, അതായത് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് തരണം, നിങ്ങളെ ആ രീതിക്ക് അവരെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ്. അതായത് ഫെയർ, അതായത് ആരും കുറ്റപ്പെടുത്താതെ, ഓക്കെ, കറക്റ്റായിട്ട് ശരിക്കും ന്യായമായത് നിങ്ങളോട് ചെയ്യണം എന്ന രീതിക്ക് അങ്ങനെയൊക്കെയാണ്. ആൻഡ് ലെഗ് അപ്പ് എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ യൂണിവേഴ്സിന്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും നിങ്ങളെ എന്ന് പറയാം. അവർ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് എന്ന് പറയാം. അവർ ആരോടെങ്കിലുമൊക്കെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്, ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ഞാൻ ബെറ്റർ ആക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കുക. ബ്രീത്ത്. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഓക്കെ, ശാന്തമായിട്ടിരിക്കുക. നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരണ്ട. ഇവിടെ സിറ്റുവേഷൻ പേഴ്സൺ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വിട്ടുകൊടുത്തേക്ക്. അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇത് എൻഡ് ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് എൻഡ് ആയിട്ടില്ല. നെവർ എൻഡിങ് സ്റ്റോറി ആൻഡ് അൺഫിനിഷ്ഡ് പടി. നിങ്ങൾ തമ്മിലുള്ള സ്റ്റോറി എൻഡ് ആയിട്ടില്ല തീർച്ചയായിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല ഈ കഥ, ഇനിയും ബാക്കിയുണ്ട്. ആൻഡ് ഇവിടെ ഒബ്സർവർ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പോൾ അവരോട് അറ്റൻഷൻ ഇല്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറെ എന്താ ചെയ്യുന്നത് എന്നറിയാൻ ഐ തിങ്ക് അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ആൻഡ് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്നുണ്ട്. അവർ ഇപ്പോൾ കാര്യങ്ങളെ ഇപ്പം എന്താണോ നിങ്ങളതിനെ തൽക്കാലം അങ്ങനെ വിട്ടേക്കാം. ഓക്കെ, അവർ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോഴത്തെ നിങ്ങൾ ഒന്നിച്ച് ഇരിക്കുമ്പോൾ അവർ ഇപ്പോൾ എന്താണോ ആ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ അതിനെ എൻജോയ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർക്കത് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്ന് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ എൻഡ് ആവണമെന്ന് അവർക്കും ഇല്ല. ഓക്കെ, വളരെ ആക്ച്വലി നല്ല ഫീലിംഗ് ആണ് കാണുന്നവരുടെ മനസ്സിൽ. എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക. നല്ല രീതിയിൽ ഇത് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സാഹചര്യം കൊണ്ട് യെസ് ചില കമ്മിറ്റ്മെന്റ് തരാനോ ഒക്കെ ഡിലേ ഉണ്ടാവാം. വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്. ഓക്കെ, ശാന്തമായിട്ട് നിങ്ങളിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.